Dear students, our next topic is charge to mass ratio of electron. In the first section, we have studied about atom concept and the discovery of electron. ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്തത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ജെ തോംസൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അതിനുശേഷം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു കണികയാണ്. അതായത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോൾ പോലുള്ള ചെറിയ ബോൾ പോലുള്ള ഒരു കണികയാണ്. അപ്പോൾ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ ചാർജിന് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്, ഒരു വിലയുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിന് ഭാരമുണ്ട്, മാസ്സുണ്ട്. അപ്പം ഈ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ചാർജിൻ്റെ വില എത്രയാണെന്നോ ഈ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണെന്നോ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോണിൻ്റെ മാസും അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ്, ആ നെഗറ്റീവ് ചാർജിൻ്റെ വില തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ആദ്യം. റേഷ്യോ എന്ന് വെച്ചാൽ അനുപാതമാണ് കണ്ടുപിടിക്കുന്നത്. ഏതൊക്കെ തമ്മിലാണ്? ചാർജിൻ്റെ വിലയും ഇലക്ട്രോണിൻ്റെ ഭാരവും തമ്മിലുള്ള ഒരു അനുപാതമാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിക്കുന്നത് ഫിസിസിസ്റ്റായ ആരാണ്? ജെ തോംസൺ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അതിന് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻ്റ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം അപ്ലൈയിങ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആസ് വെൽ ആസ് ടു ദി പാത്ത് ഓഫ് ദി ഇലക്ട്രോൺ. ഇലക്ട്രോൺ കടന്നു പോകുന്ന പാതയിൽ മാഗ്നറ്റിക് ഫീൽഡും കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും കൂടി അപ്ലൈ ചെയ്താണ് അദ്ദേഹം ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം അതിനൊരു എക്സ്പെരിമെൻ്റൊക്കെ ഉണ്ട്. അതിന് മുൻപ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഗ്രേറ്റർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ ഗ്രേറ്റർ ഈസ് ദ ഡിഫ്ലക്ഷൻ. ചാർജ് കൂടുതലുള്ള ഒരു പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കണികയുടെ ചാർജിൻ്റെ തോത് കൂടുതലാണെങ്കിൽ ആ കണികയ്ക്ക് വ്യതിയാനം കൂടുതലായിട്ട് സംഭവിക്കുന്നു, ഡിഫ്ലക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഭാരം കുറഞ്ഞ പാർട്ടിക്കിളാണെങ്കിലും വ്യതിയാനം കൂടുതൽ സംഭവിക്കുന്നു. അതുപോലെ ഗ്രേറ്റർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുത മണ്ഡലമോ കാന്തിക മണ്ഡലമോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കണിക കടന്നു പോകുന്ന പാതയിൽ ഒരു വൈദ്യുത മണ്ഡലമോ കാന്തിക മണ്ഡലമോ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കണികയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ എക്സ്പെരിമെൻ്റ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. When only electric field is applied, the electrons deviate from their path and hit the cathode ray tube at point A. Similarly, when only magnetic field is applied, electron strikes the cathode ray tube at point C. By carefully balancing the electrical and magnetic field strength, it is possible to bring back the electron to the path followed in the absence of electric or magnetic field, and they hit the screen at a point B. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭാരം കുറഞ്ഞ ഇലക്ട്രോൺസ് ഡീവിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പാത്തിൽ നിന്നും അത് കടന്നു പോകുന്ന വഴിയിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നു? ഡീവിയേറ്റ് ചെയ്ത് നേർരേഖയിൽ പോയിരുന്ന ആ പാർട്ടിക്കിൾ നേരെ വ്യതിയാനം സംഭവിച്ച് എ എന്ന പോയിന്റിൽ ചെന്ന് ഹിറ്റ് ചെയ്തു. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത സമയത്ത് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു? വ്യതിയാനം സംഭവിച്ച് സി എന്ന പോയിന്റിൽ ചെന്ന് ഹിറ്റ് ചെയ്തു. ഇനി അതേസമയം മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഇല്ലാതെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഏത് പോയിന്റിൽ ചെന്ന് ഹിറ്റ് ചെയ്തു? ബി എന്ന് പറയുന്ന പോയിന്റിൽ ചെന്ന് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കതിനൊരു ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. ഇതാണ് ഒരു കാഥോഡ് റേ ട്യൂബ് തന്നെയാണിത്. ഈ കാഥോഡ് റേ ട്യൂബിൽ കാഥോഡിൽ നിന്ന് റേസ് ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ആദ്യം ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. എന്താ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ വൈദ്യുത മണ്ഡലം. അതായത് ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈ നേർരേഖയിൽ കടന്നു പോയിരുന്ന കാഥോഡ് റേസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വെച്ചു. അപ്പോൾ ഇത് നേരെ എങ്ങോട്ടേക്ക് ചെന്ന് പതിച്ചു? എ എന്ന് പറയുന്ന പോയിന്റ്, വ്യതിയാനം സംഭവിച്ച് എ എന്ന് പറയുന്ന പോയിന്റിൽ ചെന്ന് പതിച്ചു. ഇത് മാറ്റിക്കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കാന്തിക മണ്ഡലം വെച്ചു. നോർത്തും സൗത്തും ഒരു കാന്തിക മണ്ഡലം വെച്ച് കഴിഞ്ഞപ്പോൾ
ഇവിടെ ഈ റേസ് എവിടേക്ക് ചെന്ന് പതിക്കുന്നതെന്ന് കണ്ടു, സി എന്ന് പറയുന്ന പോയിന്റിൽ ചെന്ന് പതിക്കുന്നതായിട്ട് കണ്ടു. ഇനി ഈ രണ്ട് ഫീൽഡുകളും, അതായത് ഈ വൈദ്യുത മണ്ഡലവും കാന്തിക മണ്ഡലവും നീക്കം ചെയ്തതിന് ശേഷം വീണ്ടും നോക്കിയപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ റേസ് നേർരേഖയിൽ സഞ്ചരിച്ച് എവിടെ വന്ന് പതിച്ചു? ബി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് പതിച്ചതായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇതാണ് അവിടെ ചെയ്ത എക്സ്പെരിമെൻ്റ്. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് കുറേ അനുമാനങ്ങളിലൂടെയും കാൽക്കുലേഷനുകളിലൂടെ, ആ കാൽക്കുലേഷൻസ് അനുമാനങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല, കാൽക്കുലേഷനിലൂടെയും ഒക്കെയാണ് ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചത് J.J. Thomson. By carrying out the accurate measurements on the above amount of deflections observed by the electron on the electric field strength or magnetic field strength, Thomson was able to determine the value of E by M. എന്നിട്ട് ഈ ഡിഫ്ലക്ഷൻസിൻ്റെ ആക്യുറേറ്റ് മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും സ്ട്രെങ്തും ഒക്കെ വെച്ചുകൊണ്ട് തോംസൺ എന്ത് ചെയ്തു? J.J. തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് E by എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്താണ് E by എമ്മിൻ്റെ വാല്യൂ? 1.758820 × 10⁻11 കൂളോംബ് പെർ കിലോഗ്രാം. കിലോഗ്രാം റേസ്റ്റ് -1 എന്ന് പറയുന്നത് എന്താണ്? പെർ കിലോഗ്രാം ആണ്. ജി എന്ന് പറയുന്നത് എന്താണ്? കൂളോംബാണ്. ഇത്രയുമാണ് E by എം, അതായത് ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ ആണ്. നമുക്കിപ്പോൾ ചാർജിൻ്റെ വില എത്രയാണെന്ന് അറിയില്ല, മാസിൻ്റെ വില എത്രയാണെന്നും അറിയില്ല. പക്ഷേ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ഇതാണെന്ന് കണ്ടുപിടിച്ചു. ഇതിൽ നിന്നുമാണ് ഇനി എന്ത് ചെയ്യുന്നത്? ചാർജിൻ്റെ വിലയും മാസും കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, എന്താണ് E by M റേഷ്യോ? ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 1.758820 × 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഈ വാല്യൂസ് ഒന്ന് നിങ്ങൾ പിടിച്ച് വെച്ചേക്കണം. ഓക്കെ, അതിനുശേഷം അദ്ദേഹം ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. അതിനുശേഷം അദ്ദേഹമല്ല, പിന്നീട് വന്ന മറ്റേ 1897 ഇതിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എപ്പോഴാണ്? വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1909 ആരാണ്? മില്ലിക്കൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് വന്നു. ആരാണ്? മില്ലിക്കൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ്, ഇൻ ഹിസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൽ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ വാസ് ഡിറ്റർമൈൻഡ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഈയുടെ വാല്യൂ ആണ് ഇനി കണ്ടുപിടിക്കുന്നത്. ഏതാണ്? ഈയുടെ വാല്യൂ, അതായത് ഈയുടെ വില. ഈയുടെയും മാസിൻ്റെയും റേഷ്യോ ആണ് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ നിന്നും ഈയുടെ വിലയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഏത് എക്സ്പെരിമെൻറ്റിലൂടെയാണ്? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെ. ആരാണ് കണ്ടുപിടിച്ചത്? മില്ലിക്കൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. എത്രയാണെന്നാണ് കണ്ടുപിടിച്ചത്? 1.60 × 10⁻19 കൂളോംബ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇത് നിങ്ങൾക്ക് ഈ വാല്യൂസ് നിങ്ങൾ കാണാൻ പഠിക്കണം. ഈ എക്സ്പെരിമെൻറ്റ് മില്ലിക്കനാണെന്ന് കണ്ടുപിടിച്ചതെന്ന് കാണാൻ പഠിക്കണം. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറയണം. നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻ്റ് ഒന്നും നിങ്ങൾക്ക് വലുതായിട്ട് എക്സാമിന് അങ്ങനെ ചോദിക്കുകയില്ല. ടെക്സ്റ്റ് ബുക്കിലുള്ളോ വേണമെന്നൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നോക്കുക, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ എത്ര? ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ കാണാതെ പഠിച്ചോണം. 1.60 × 10⁻19 കൂളം. ഹു ഡിറ്റർമിൻഡ്? മില്ലിക്കൻ. ഇൻ ഹിസ് വിച്ച് എക്സ്പെരിമെൻറ്റ്? Oil drop experiment. The charge of the electron is the smallest non-electrical charge and is usually referred to as 1 unit negative charge. അപ്പോൾ ഇതെന്ന് പറയുന്നൊരു സ്മോളസ്റ്റ് ഇലക്ട്രിക്കൽ ചാർജിൽ നിന്ന് ചാർജിൻ്റെ ഇലക്ട്രോണിൻ്റെ സ്മോളസ്റ്റ് ഇലക്ട്രിക്കൽ ചാർജിൻ്റെ വാല്യൂ ആണ്. ഇത് ഏകദേശം 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജിന് തുല്യമാണ്. അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? നെഗറ്റീവ്, ഒരു നെഗറ്റീവ് ചാർജാണ്. ആ ഒരു നെഗറ്റീവ് ചാർജിൻ്റെ വാല്യൂ ആണ് 1.60 × 10⁻19 കൂളം. അടുത്തത് ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. എത്രയാണ് ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടുപിടിക്കുന്നത്? ഇപ്പം നമുക്ക് ഏതൊക്കെ വാല്യൂസ് കിട്ടി? E by M വാല്യൂ കിട്ടി. ഏതാണ്? E by M വാല്യൂ കിട്ടി. പിന്നെ ഏത് വാല്യൂ കിട്ടി? E എന്ന് പറയുന്ന വാല്യൂവും കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? മാസ് ഓഫ് ദി ഇലക്ട്രോൺ.
From the values of E by M and E, it is possible to calculate the mass of the electron. ഏതാണ് മാസ് ഓഫ് ദി ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ഇ ബൈ ഇ എം, അതായത് ഇ ബൈ എം, ഈ ചാർജിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ഇ ബൈ എമ്മിൻ്റെ വാല്യൂ. ചാർജിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1.60 × 10⁻⁹ കൂളോം. ഇനി ഇ ബൈ എമ്മിൻ്റെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? നമുക്ക് അവിടെ കിട്ടിയില്ലേ? 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം. ചെയ്ത് കഴിയുമ്പോൾ ഈ കൂളോമ്പും ക്യാൻസലായിപ്പോവും. കിലോഗ്രാം പെർ കിലോഗ്രാം എന്ന് പറയുന്നത് മേളിൽ വരുമ്പോൾ കിലോഗ്രാം ആകും. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാം. കിലോഗ്രാം എന്ന് കേട്ടോണ്ട് ഇത് വലിയ വാല്യൂ എന്ന് പറയേണ്ട, ഇവിടെ 10⁻31 ആണ്. അതായത് 10ന് മുൻപ് ഈ 9ന് മുൻപ് 31 സീറോ ഇട്ടിട്ടാണ് പോയിൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ചെറിയതാണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ മാസ് ഓഫ് ദി ഇലക്ട്രോൺ? 9.1 × 10⁻31 kilogram. It has been found that this mass is approximately 1/1837 the mass of the hydrogen atom. ഓക്കെ, ഇതാണ് അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1837 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗത്തിൻ്റെ മാസാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പം അത്രയ്ക്ക് ചെറുതാണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ ചാർജ് ടു മാസ് റേഷ്യോ പഠിച്ചു, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ പഠിച്ചു, മാസ് ഓഫ് ദി ഇലക്ട്രോണും പഠിച്ചു. ഇത്രയും 3 വാല്യൂസ് ഒന്ന് കാണാൻ പഠിക്കുക, ആരെ കണ്ടുപിടിച്ചതെന്ന് പഠിക്കുക, ഏത് എക്സ്പെരിമെൻ്റ് വഴിയാണ് കണ്ടുപിടിച്ചതെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടത് ആകെ 30 പേരാണ് കണ്ടത്. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. പല കുട്ടികളും ഇപ്പോഴും ഇതിനകത്തിലൊന്നും പങ്കാളികളാവാതെ മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും പബ്ലിക് എക്സാമുകളും എല്ലാം നടക്കും. ഇനി ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ വീഡിയോസും കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുക. പറയുന്ന സമയത്ത് നോട്ട്സ് കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു.